ഹലോ ഗൈസ്, കുറച്ച് ദിവസമായിട്ടേ മനസ്സിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. എന്താന്നല്ലേ, ഹെയർ കട്ട് ചെയ്യാൻ അല്ലാണ്ട് എന്താ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ മനസ്സിലൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അത് വെച്ചുകൊണ്ടിരിക്കുകയത്. പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് നടത്തി കൊടുക്കണമെന്നല്ലേ. അപ്പോൾ പിന്നെ അങ്ങ് പോയേക്കാന്ന് വിചാരിച്ചു. എന്തായാലും പോകുന്നു, അപ്പോൾ പിന്നെ നമുക്ക് അടിപൊളിയായിട്ട് പോയിക്കൂടെ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ യെല്ലോ കോട്ട് സെറ്റാണ് ഇട്ട് നോക്കിയത്. പക്ഷേ ഒരു ഹെയർ കട്ടിന് വേണ്ടത്ര കളർഫുൾ അല്ലാന്ന് തോന്നിയോണ്ട് ഞാൻ നെക്സ്റ്റ് ഡ്രസ്സും കൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നെക്സ്റ്റ് ഡ്രസ്സ് ഫുൾ കളർഫുൾ ആയിട്ടുള്ള നല്ലൊരു വാം കളേഴ്സുള്ള ഒരു കുർത്തി സെറ്റായിരുന്നു. അതിട്ടപ്പോഴത്തേക്കും എനിക്കെന്തോ ഇതൊരു പെർഫെക്റ്റ് ചോയ്സ് ആയിട്ട് തോന്നി. അങ്ങനെ അത് സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മെയിനായിട്ട് സൺസ്ക്രീൻ. എന്താണെന്നറിയില്ല, സൂര്യൻ എന്നെ വല്ലാണ്ട് അങ്ങ് ഇഷ്ടമായതുകൊണ്ട് ഇതെങ്ങാനും മിസ് ചെയ്ത് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നല്ല പണി കിട്ടും. അതുകൊണ്ട് ഇതെന്തായാലും മിസ് ചെയ്യരുത്. ഈ ന്യൂട്രിജനയുടെ സൺസ്ക്രീൻ നല്ല അടിപൊളിയാണ്. കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷാണ്. നല്ല അടിപൊളി പ്രൊട്ടക്ഷനും കിട്ടും. അപ്പോൾ അതിനുശേഷം ഇട്ടപ്പോൾ അങ്ങ് റെഡി ആയിട്ട് വന്ന് ഈ റിങ്സിലൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഈ റിങ് ഇടണോ പേൾ ഇടണോ എന്നുള്ളത്. അവസാനം ആ പേൾ തന്നെ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നോർമലായിട്ടുള്ള ഒരു മേക്കപ്പ് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഒരു സ്മോക്കി ഐ ലുക്കാണ് ഇന്ന് ട്രൈ ചെയ്തിരിക്കുന്നത്. എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ദേ നമ്മൾ ഇയറിങ്സ് എല്ലാം മാറ്റിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ദിവസം എന്ത് ചെയ്തിട്ടും മര്യാദക്ക് കിടക്കാത്ത ഹെയർ ആയിരുന്നു. ഇപ്പം എന്തോ പ്രത്യേക ഒരു ഭംഗി പോലെ. സാരമില്ല, മനസ്സ് പറഞ്ഞ മുമ്പ് നമുക്ക് എന്തായാലും പോയേക്കാം. പിന്നെ പെർഫ്യൂം മുഖ്യന്തിയില്ലേ, ഇതെൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നല്ല അടിപൊളി സ്മെല്ലാണ്. അതിനുശേഷം ദേ ഫുൾ റെഡിയായിട്ട് നമുക്ക് വേഗം ചാടി ഇറങ്ങാം. ഞാൻ പറഞ്ഞില്ലേ, മനസ്സ് മാറാൻ പാടില്ലല്ലോ. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ചുമ്മാ ഇതും കൂടി നിങ്ങളെ കാണിച്ചേക്കാന്ന് വിചാരിച്ച്. ക്രിസ്മസ് ആയതുകൊണ്ട് ഇത്തവണ ഇമാതിരി ഐറ്റംസ് എല്ലാം ഞാൻ ആദ്യമേ അങ്ങ് സെറ്റ് ചെയ്തായിരുന്നു. നല്ല അടിപൊളിയല്ലേ. പിന്നെ ഇത് ഈ ബാഗും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പഴയൊരു ബാഗ് തന്നെയാണ്, എന്നാൽ അത് മതിയെന്ന്. ഇവിടെ വന്നപ്പോഴത്തേക്കും ഭയങ്കര തിരക്ക്. ഞാൻ വിചാരിച്ചില്ല ഇത്രയും തിരക്കാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ ഓഫേഴ്സ് കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ വന്നത്. പക്ഷെ ഒത്തിരി വെയിറ്റ് ചെയ്യാണ്ട് തന്നെ എനിക്ക് സ്ലോ ചെയ്തിരുന്നു. ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ഒന്ന് നമ്മൾ ഫുൾ കൺസൾട്ടേഷൻ ചെയ്യും, നമ്മുടെ ഹെയർ ടെക്സ്ചർ കാര്യങ്ങളൊക്കെ. അതിനുശേഷം എനിക്കൊരു ചെറിയ ഉദ്ദേശം കൂടിയുണ്ട്, ഒന്ന് കുറച്ച് ഹെയർ കളർ കൂടി ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ലാസ്റ്റ് ഹെയർ കളർ ചെയ്തിട്ട് 1 ഇയർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കളേഴ്സ് താഴത്തെ ടിപ്സിൽ മാത്രം കുറച്ചുണ്ടായിരുന്നുള്ളൂ. ഇത്തവണ ഹെയർ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഉള്ളതും കൂടി പോകും. അതറിയാവുന്നതുകൊണ്ടാണ് ഹെയർ കളറും കൂടി ചെയ്യാൻ വെച്ചത്. പിന്നെ ഈ ഹെയർ കളറൊക്കെ ചെയ്ത ഹെയർ നല്ല ഭംഗിയല്ല, ഒരു പ്രത്യേക തരം ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെയുള്ള ഒരു സെയിം ഷെയ്ഡ് തന്നെ ഞാൻ ചൂസ് ചെയ്തത്, ഒരു ബ്രൗൺ കളർ തന്നെ. അപ്പോൾ അതിനകത്ത് നമ്മളൊരു 15 സ്ട്രീക്സ് ആയിട്ടാണ് ഇത്തവണ ചെയ്യുന്നത്. ലാസ്റ്റ് ടൈം ചെയ്തപ്പോൾ ഞാൻ ഫുൾ ഹെയർ ഹൈലൈറ്റ്സാണ് ചെയ്തത്. ഇത്തവണ സ്ട്രീക്സ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിന് ഓഫർ ഉണ്ടായിരുന്നു. അധികം ടൈമൊന്നും എടുക്കാണ്ട് പെട്ടെന്ന് അവർ ചെയ്തു തന്നു കേട്ടോ. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും വേറെ ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് മൊത്തത്തിൽ ആ ഒരു ഏരിയ ഫുള്ള് പുകമയായിരുന്നു. അതാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. പക്ഷേ വീഡിയോയിൽ അത്ര അങ്ങോട്ട് അറിയത്തില്ല. ഹെയർ കളർ ചെയ്യുമ്പോൾ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം കലാരൂപമാണ് നിങ്ങൾക്ക് കാണുന്നത്. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഹെയർ വാഷൊക്കെ ചെയ്ത് അത്യാവശ്യം ടൈം ഇരുന്നിട്ടാണ് ഹെയർ വാഷ് ചെയ്തത്. അങ്ങനെ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഹെയർ കട്ടാണ്. ഹെയർ കട്ട് ചെയ്യാനായിട്ട് അടുത്ത മെയിൻ ഹെയർ സ്റ്റൈലിസ്റ്റിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. തൊട്ടപ്പുറത്തന്നെ ഒരു കുഞ്ഞു ബേബിയുടെ ഹെയർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പുള്ളി. അതിനുശേഷം എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ വീഡിയോ എടുത്തോട്ടെന്ന് ചോദിച്ചപ്പോഴത്തേന് പുള്ളി മാസ്ക് ഒക്കെ മാറ്റി നല്ല അടിപൊളിയായിട്ട് വന്നു. പടപെടാമെന്നാണ് പുള്ളി എൻ്റെ ഹെയർ കട്ട് ചെയ്ത് തീർത്തത്. ആദ്യം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, നല്ലപോലെയൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ. പക്ഷേ ബ്ലോ ഡ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായി സംഭവം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഹെയർ കളർ ചെയ്തതിന് സെയിം കുട്ടി തന്നെയാണ് എനിക്ക് ബ്ലോ ഡ്രൈ ചെയ്യാനായിട്ടും വന്നിട്ടുണ്ടായിരുന്നത്. പുള്ളിക്കായിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തു തന്നായിരുന്നു. കളറിങ്ങും എനിക്ക് ഇത്തവണ നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഓരോന്ന് സംസാരിച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ ആളുടെ ഫ്രണ്ട്സ് താഴെ വന്നിട്ട് വൈകിട്ട് പോയായിരുന്നു പുള്ളിക്കാരി ചിരിക്കുമായിരുന്നു. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ആ ബ്ലോ ഡ്രൈ ചെയ്തിരിക്കുന്നതും ആ ഹെയർ കളറും എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ വർക്കിംഗ് സ്റ്റേജിൽ ഞാനിവരെല്ലാം ഒന്ന് സംശയിച്ചെങ്കിലും ഫൈനൽ ലുക്ക് എന്തായാലും നല്ല അടിപൊളിയായിട്ട് ടേൺ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്രഷ് ഹെയർ കട്ട് എപ്പോഴും നമുക്ക് കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മൾ സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഡു എ ഹെയർ കട്ട് ഗൈസ്. അതെന്തായാലും നല്ലൊരു ചേഞ്ച് തരും. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇത്ര ഷോർട്ടായിട്ട് ഹെയർ കട്ട് ചെയ്യുന്നത്. ബട്ട് എനിവേസ് ഇറ്റ് സ്യൂട്ട്സ് മീ അല്ലേ. എന്തായാലും ഒരു ചേഞ്ച് അല്ലേ, ചേഞ്ച് ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് ഹെയർ കളർ ചെയ്ത് തന്ന കുട്ടിക്ക് അതിൻ്റെ ഫൈനൽ റിസൾട്ട് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. തിരിച്ചെന്നെ പിക്ക് ചെയ്യാനായിട്ട് ഡാഡി വരാമെന്ന് പറഞ്ഞു.
നമ്മുടെ തോപ്പുംപടിയിലുള്ള സ്റ്റൈൽ ലോഞ്ച് ഹെയർ സലൂണിലാണ് ഞാൻ പോയത്. എനിക്കെന്തായാലും അവരുടെ വർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എന്തായാലും ഫൈനൽ റിസൾട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. വീഡിയോസ് പുതിയതായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.